ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇറ്റാലിയൻ ഓപ്പണിങ്ങിലെ ബെല്ലോണി എന്നൊരു ട്രാപ്പാണ്. ഈ ഒരു ട്രാപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് ഈ വീഡിയോയുടെ അവസാനം പറയാം. ആദ്യം നമുക്ക് ട്രാപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം വൈറ്റ് E4 മൂവ് ചെയ്ത് കളി ആരംഭിക്കുന്നു. ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. അടുത്തതായി വൈറ്റ് നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്കും നൈറ്റിനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. അടുത്തതായി വൈറ്റ് ബിഷപ്പിനെ C4ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇതാണ് ഇറ്റാലിയൻ ഗെയിമിന്റെ മെയിൻ മൂവുകൾ. അടുത്തത് ബ്ലാക്കിന്റെ മൂവാണ്. ബ്ലാക്കിന് ഒന്നെങ്കിൽ ബിഷപ്പിനെ C5ലേക്ക് ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നൈറ്റിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ വൈറ്റിന്റെ പൗണിനെ അറ്റാക്ക് ചെയ്യാം. അതുമല്ലെങ്കിൽ D6 മൂവ് ചെയ്യാം. ഇങ്ങനെ എന്ത് വേണമെങ്കിലും മൂവ് ചെയ്യാം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബെല്ലോണി എന്ന ട്രാപ്പിനെ കുറിച്ചാണ്. ബ്ലാക്ക് ബിഷപ്പിനെ C5ലേക്ക് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ട്രാപ്പ് ചെയ്യാൻ സാധിക്കുക. അടുത്തതായി വൈറ്റ് C3 മൂവ് ചെയ്യുന്നു. ഈ ഒരു മൂവിന്റെ ഉദ്ദേശം അടുത്തതായി D4 മൂവ് ചെയ്ത് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ബ്ലാക്ക് ഇപ്പോൾ നൈറ്റിനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എങ്കിൽ ഈ ഒരു ഗെയിം ഗ്യോക്കോ പിയാനോ ഗെയിമായി മാറും. അപ്പോൾ വൈറ്റിന് ഗ്യോക്കോ പിയാനോ ട്രാപ്പ് കളിക്കാം. ബ്ലാക്ക് ഇപ്പോൾ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാതെ D6 മൂവ് ചെയ്താലാണ് വൈറ്റിന് ബെല്ലോണി ട്രാപ്പ് എന്ന ട്രാപ്പ് ചെയ്യാൻ പറ്റുക. ബ്ലാക്ക് D6 മൂവ് ചെയ്തതിന് ശേഷം വൈറ്റ് അടുത്തതായി D4 മൂവ് ചെയ്യുക. അപ്പോൾ ബ്ലാക്ക് ബിഷപ്പിനെതിരെ അറ്റാക്ക് വന്നതുകൊണ്ട് തന്നെ പൗൺ ഉപയോഗിച്ച് പൗണിനെ വെട്ടിയാൽ വൈറ്റിന് തിരിച്ചും ബ്ലാക്കിന്റെ പൗണിനെ വെട്ടിയെടുക്കാം. ഇപ്പോൾ ബിഷപ്പിനെതിരെ വീണ്ടും അറ്റാക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ബിഷപ്പിനെ B4ലേക്ക് മൂവ് ചെയ്ത് ബിഷപ്പിനെ അറ്റാക്കിൽ നിന്നും മാറ്റുന്നതോടൊപ്പം വൈറ്റിന്റെ കിങ്ങിന് ഒരു ചെക്കും കൊടുക്കുന്നു. ഈ സമയം വൈറ്റ് കിങ്ങിനെ F1ലേക്ക് മൂവ് ചെയ്യിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് വരുന്ന സംശയം എന്താണെന്നാൽ കിങ്ങിനെ F1ലേക്ക് മൂവ് ചെയ്യുന്നതിന് പകരം നൈറ്റ് ഉപയോഗിച്ചോ ബിഷപ്പ് ഉപയോഗിച്ചോ ചെക്ക് ബ്ലോക്ക് ചെയ്താൽ പോരെ എന്നായിരിക്കും. അതെ, അങ്ങനെ ചെയ്യാം. എന്നാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ബിഷപ്പ് ഉപയോഗിച്ചോ നൈറ്റ് ഉപയോഗിച്ചോ ഈ ചെക്ക് ബ്ലോക്ക് ചെയ്താൽ ബ്ലാക്കിനെ ബിഷപ്പ് ഉപയോഗിച്ച് ആ ചെക്ക് ബ്ലോക്ക് ചെയ്ത പീസിനെ വെട്ടിയെടുത്ത് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകാം. അങ്ങനെ ഒരു എക്സ്ചേഞ്ച് നടത്തിയാൽ നമ്മുടെ ബെല്ലോണി എന്ന ട്രാപ്പ് വർക്കാകില്ല. അതുകൊണ്ടാണ് വൈറ്റ് കിങ്ങിനെ F1ലേക്ക് മൂവ് ചെയ്തത്. അടുത്തതായി ബ്ലാക്ക് നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് ഇവിടെ നിന്നും അതിന്റെ ട്രാപ്പ് ആരംഭിക്കുകയാണ്. അതിനായി ആദ്യം D5 മൂവ് ചെയ്ത് ബ്ലാക്കിന്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്കിന് ബിഷപ്പിനുള്ള സപ്പോർട്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ട് തന്നെ വൈറ്റിന്റെ അറ്റാക്കിൽ നിന്നും മാറേണ്ടി വരും. നൈറ്റ് ഇപ്പോൾ എവിടേക്ക് തന്നെ മാറിയാലും വൈറ്റിന് ബ്ലാക്കിന്റെ ഒരു പീസിനെ ലാഭം കിട്ടും. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം വൈറ്റ് ക്യൂൻ ഉപയോഗിച്ച് A4ൽ ഒരു ചെക്ക് കൊടുക്കുക. ഇപ്പോൾ ബ്ലാക്ക് ഈ ചെക്ക് എങ്ങനെ തന്നെ ബ്ലോക്ക് ചെയ്താലും വൈറ്റിന് ബ്ലാക്കിന്റെ ബിഷപ്പിനെ വെട്ടിയെടുക്കാം. ഇതിനെയാണ് ബെല്ലോണി ട്രാപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞ ഈ ബെല്ലോണി ട്രാപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രത്യേകത എന്നത് ഈ ഒരു ട്രാപ്പിൽ ബ്ലാക്ക് വീണു കഴിഞ്ഞാൽ വൈറ്റിന് ബ്ലാക്കിന്റെ ഒരു പീസ് ലാഭം കിട്ടും എന്നുള്ളതാണ്. ഈ ഒരു പീസ് ലാഭം കിട്ടുന്നത് കൊണ്ട് തന്നെ വൈറ്റിന് എൻഡ് ഗെയിമിൽ എക്സ്ട്രാ പീസിന്റെ അഡ്വാൻറ്റേജ് എടുക്കാം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാനുണ്ട്. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് മുഴുവനും ചെസ്സിലെ വിവിധ ട്രാപ്പുകളെ കുറിച്ചുള്ള വീഡിയോസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചാനലിൽ ചെസ്സിനെ കുറിച്ച് അറിയാവുന്നവർ മാത്രമേ വീഡിയോസ് കാണത്തുള്ളൂ. നമ്മുടെ ഈ ചാനൽ ഇനിയും മുന്നോട്ടേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്നുമുള്ള സപ്പോർട്ടും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും 1K സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അടുത്തത് ഏത് ട്രാപ്പിനെ കുറിച്ചുള്ള വീഡിയോ ആണ് വേണ്ടത് എന്ന് കമന്റ് ചെയ്ത് അറിയിച്ചാൽ അടുത്തത് അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യാം.